യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം യാഗപീഠവും യാഗവും. ധ്യാനത്തിനായുള്ള തിരുവചനം റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനു പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. യാഗപീഠം നിർമ്മിച്ച് നമ്മെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുന്നതാണ് ദൈവം പ്രസാദിക്കുന്ന ആരാധന. വേദപുസ്തകത്തിലുടനീളം നാം നോക്കുമ്പോൾ യാഗത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും പ്രാധാന്യം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനം യാഗത്തിലൂടെയാണ് സാധ്യമാകുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ വാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് യാഗപീഠമാണ്. യാഗപീഠം കടന്നു വേണം ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ. ത്യാഗപൂർണമായതും സമർപ്പണമുള്ളതുമായ ജീവിതം ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ഏറ്റവും അത്യാവശ്യമാണെന്ന് ഇത് കാണിക്കുന്നു. യാഗമായി നമ്മെ തന്നെയും നമുക്കുള്ളതിനെയും കർത്താവിനായി സമർപ്പിക്കുന്ന അനുസരണമുള്ള ജീവിതമാണ് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്ന 3 യാഗങ്ങളെ കൂടെ നമുക്ക് ദൈവവചനത്തിൽ നിന്നും ധ്യാനിക്കാം. ഒന്നാമതായി എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്രം ദൈവം യാഗമായി സ്വീകരിക്കുന്നു. കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും നടുവിലും നന്ദിയോടെയും സ്തോത്രത്തോടെയും ജീവിക്കുവാൻ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാം. രണ്ടാമതായി നാം നോക്കുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവം നമ്മുടെ കരങ്ങളിൽ ദാനമായി നൽകിയ സകലതും കൊണ്ടും നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കുവാനും നാം മറക്കരുത്. മൂന്നാമതായി നാം നോക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 51-ാം അധ്യായം 17-ാം വാക്യം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. അനുതാപവും അനുസരണവുമുള്ള ഒരു ഹൃദയം ദൈവസന്നിധിയിൽ യാഗമാണ്. അനുതാപത്തോടെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന ഒരു ജീവിതമാണ് യാഗമായ അർപ്പണമുള്ള ജീവിതം. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ യാഗപീഠത്തിലൂടെ അർപ്പണത്തിലൂടെ ദൈവസന്നിധിയോട് നാം അടുക്കുന്നു. നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ നമ്മെ തന്നെയും നമുക്കുള്ളതിനെയും യാഗമായി അർപ്പിക്കുവാൻ പൂർണ്ണ മനസ്സോടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിലൂടെ യേശുവിനോടൊപ്പം ചേർന്ന് ജീവിക്കാം. നമുക്ക് ദൈവം ദാനമായി നൽകിയിട്ടുള്ള നമ്മുടെ ശരീരവും ധനവും എല്ലാ മഹത്വവും ദൈവകരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കാം. ദൈവത്തോടുള്ള അർപ്പണത്തിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യാഗമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അനുതാപമുള്ള അർപ്പണമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ.
അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സകലവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.